പർവ്വതതുല്യമായ തിരമാലകൾക്കിടയിലൂടെ അത് അവരെയും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോഹ് തൻ്റെ മകനെ വിളിച്ചു. അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു. എൻ്റെ കുഞ്ഞുമകനെ, നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക. നീ സത്യനിശ്ചയികളുടെ കൂടെ ആയിപ്പോകരുത് എന്ന് 11:42 വചനം. 11:43 അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല, അവൻ കരുണ ചെയ്തവർക്കൊഴികെ. അവർ രണ്ടുപേർക്കുമിടയിൽ തിരമാല മറയിട്ടു. അങ്ങനെ അവൻ മുക്കി നശിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി. 11:44 ഭൂമി നിന്റെ വെള്ളം നീ വിഴുങ്ങൂ, ആകാശമേ മഴ നിർത്തു എന്ന് കൽപ്പന നൽകപ്പെട്ടു. വെള്ളം വറ്റുകയും ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു. അത് ജ്യോതി പർവ്വതത്തിന് മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അക്രമികളായ ജനതയ്ക്ക് നാശം എന്ന് പറയപ്പെടുകയും ചെയ്തു. 11:45 നോഹ് തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എൻ്റെ മകൻ എൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവൻ തന്നെയാണല്ലോ. തീർച്ചയായും എൻ്റെ വാഗ്ദാനം സത്യമാണ് താനും. നീ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവുമാണ്. 11:46 അവൻ പറഞ്ഞു, അവൻ കാല യാ നോഹ ഇന്നഹു. വാസ്തവത്തിൽ അവൻ എന്ന ഒരു വാക്കില്ല അവിടെ, എങ്കിലും പറഞ്ഞു, നോഹെ, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. തീർച്ചയായും അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്. അതിനാൽ നിനക്ക് അറിവില്ലാത്ത കാര്യം എന്നോട് ആവശ്യപ്പെടരുത്. നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിലായി പോവുകയും അരുത്. ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ്. ദൈവം നോഹിനെ ഉപദേശിക്കുകയാണ്. പിന്നെ 11:47 അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. 11:48 പറയപ്പെട്ടു, നോഹേ, നമ്മുടെ പക്കൽ നിന്നുള്ള ശാന്തിയോടുകൂടിയും നിനക്കും നിന്റെ കൂടെയുള്ളവരിൽ നിന്നുള്ള സമൂഹങ്ങൾക്കും അനുഗ്രഹങ്ങളോടു കൂടിയും നീ ഇറങ്ങിക്കൊള്ളുക. എന്നാൽ ചില സമൂഹങ്ങളുണ്ട്, അവർക്ക് നാം സൗഖ്യം നൽകുന്നതാണ്. പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷയും അവർക്ക് ബാധിക്കുന്നതാണ്. 11:49 അവയൊക്കെ അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു. നിനക്ക് നാം അത് സന്ദേശമായി നൽകുന്നു. നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. തീർച്ചയായും അനന്തരഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. ഇത്രയാണ് 11-ാമത്തെ അധ്യായത്തിൽ 49 വചനം വരെ ഉള്ള കാര്യം. അപ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ ഏതു മുതലാണ് ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ 11-ൽ 11-ൽ എത്രാമത്തെ 11-ൽ 30 മുതൽ അല്ല 11-ൽ 25 വചനം മുതലാണ് തുടങ്ങുന്നത്. 11-ാം അധ്യായത്തിലെ ഈ 25-ാം വചനം മുതലാണ് നോഹ് അതിനെപ്പറ്റി വിവരിക്കുന്നത്. അതിൽ നോഹ് വാസ്തവത്തിൽ മുസ്ലിങ്ങളെപ്പെട്ടതാണ്. നേരെ മറിച്ച് നോഹ ആര് അവതരിപ്പിച്ചതാണ് നോഹയെ? സാത്താൻ സഭയുടെ പിതാവായ യഹോവയാണ് വാസ്തവത്തിൽ നോഹയെ നിയോഗിച്ചത്. നോഹ ഏത് ജാതിയിൽപ്പെട്ടതാണ്? നോഹ ജൂതനായിരുന്നു. അപ്പോൾ മാത്രമല്ല, നോഹ ഒരു വീഞ്ഞടിക്കുന്ന കാര്യം, വീഞ്ഞടിച്ച് സ്വയബോധം നഷ്ടപ്പെട്ട സമയത്ത് ആർക്ക് തോന്നിയതാണ്? നോഹയ്ക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. അത് കേൾവി വെച്ചിട്ടുള്ള അവിടെയുള്ള
ദൈവ സന്ദേശം വാസ്തവത്തിൽ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മളുടെ ഈ നാസ്തികരുണ്ടല്ലോ, നാസ്തികർ അവർക്ക് തോന്നുന്ന ഒരു ഡിങ്കനെ ആ ഉദുബി ഡിങ്കാഹി മിനൽ ലുട്ടാപ്പിറജ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവനിന്ദക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ എന്താ പറയുക, ഇതേപോലെ തന്നെ തലതിരിഞ്ഞ വ്യക്തികളുണ്ടല്ലോ, ഈ സ്വയബോധം നഷ്ടപ്പെട്ട വൃത്തികെട്ട വർഗങ്ങൾ ദൈവനിന്ദക്ക് വേണ്ടി വാസ്തവത്തിൽ അവർ ഉണ്ടാക്കിയതാണ്. അവരുടെ സങ്കല്പത്തിലൂടെ ഉണ്ടായ വൃത്തികേടുകളാണ്. ആ വൃത്തികേട് കോപ്പി ചെയ്തുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ദൈവദൂതൻ വാസ്തവത്തിൽ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇസ്ലാം ഇല്ല. ഇസ്ലാം എന്താന്ന് പോലും അറിയത്തില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. അപ്പോൾ അതിനു മുമ്പ് മുസ്ലിങ്ങളൊന്നുമില്ല എന്ന് ആര് കരുതുന്നു? ഇവരുടെ തോന്നൽ. ആ തോന്നൽ വെച്ചുകൊണ്ട് വാസ്തവത്തിൽ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ വാസ്തവത്തിൽ നാസ്തികർക്ക് ദൈവത്തെ പറ്റി വ്യക്തമാവുമോ? ഇനി 21-ാമത്തെ അധ്യായത്തിലെ 76-ാമത്തെ വചനം മുതൽ വേറൊരു അതേ നോഹിനെ പറ്റി വേറെ അതിലും പറയുന്നുണ്ട്. നോഹിനെയും മുമ്പ് അദ്ദേഹം തേടിയ സന്ദർഭം അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നാം മഹാദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. 21:77 നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയ ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നാം രക്ഷ നൽകുകയും ചെയ്തു. തീർച്ചയായും അവർ ദുഷിച്ച ഒരു ജനവിഭാഗമായിരുന്നു. അതിനാൽ അവരെ മുഴുവൻ നാം മുക്കി നശിപ്പിച്ചു. അത് 21-ാമത്തെ അധ്യായത്തിലാണ്. ഇനി 23-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനം, നോഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ദൂതനായി അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് 23-24. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളെക്കാൾ ഉപരിയായി അവൻ മഹത്വം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ ഉടമകളെ തന്നെ ഇറക്കുമായിരുന്നു. ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾക്കിടയിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ സത്യം ആദ്യമായി കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പ്രയാസമാവും. നേരെ മറിച്ച് വൃത്തികേടുകൾ അത് കേട്ട് ശീലിച്ചവന് അത് വേദവാക്യമായി തോന്നും. അത് സ്വാഭാവികമാണ്. അത് അങ്ങനെയാണ്. മനുഷ്യർക്ക് അങ്ങനെ ഒരു ന്യൂനത ഉണ്ടെന്നുള്ള. നേരെ മറിച്ച് എന്താ പറയുക, മറ്റ് ജാതികൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്തെല്ലാം ഉണ്ട്. ഉറുമ്പ് മുതൽ ആന വരെ ഉണ്ട്. വായിച്ചിട്ടാണോ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ അവരെന്തെങ്കിലും കേട്ട് മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും അവർക്ക് ബോധമുണ്ട്. നേരെ മറിച്ച് ഈ വായനശീലമുള്ളവർക്ക് വൃത്തികേടുകൾ വായിക്കുക, അങ്ങനെ നടക്കുന്ന അവർക്ക് കേട്ടാൽ മനസ്സിലാവും, വായിച്ചാൽ മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ല. നിഷേധികൾക്ക് ഇനി എന്ത് തന്നെ ഉപദേശം നൽകിയിട്ടും കാര്യമില്ല. അവർ ദൈവനിന്ദ നടത്തുക എന്നല്ലാതെ ദൈവത്തെ അറിയാൻ അവർ ശ്രമിക്കുകയില്ല. ഇനി 23-25, ഇവൻ ഭ്രാന്ത് ബാധിച്ച ഒരു മനുഷ്യൻ മാത്രമാകുന്നു. അതിനാൽ കുറച്ചു കാലം വരെ ഇവൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്ന് നിഷേധികൾ പറയണം. 23-25 അതാണ്. ഇനി 23-26 അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഇവരെന്നെ നിഷേധിച്ച് തള്ളിയിരിക്കിയാൽ നീ എന്നെ സഹായിക്കണമേ. അപ്പോൾ 23-27, അപ്പോൾ നാം അദ്ദേഹത്തിന് ഇപ്രകാരം ബോധനം നൽകി, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശമനുസരിച്ച് നീ കപ്പൽ നിർമ്മിച്ചു കൊള്ളുക. അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടുകയും ചെയ്താൽ എല്ലാ വസ്തുക്കളിൽ നിന്നും 2 ഇണകളെയും നിന്റെ കുടുംബത്തെയും നീ അതിൽ കയറ്റിക്കൊള്ളുക. അവരുടെ കൂട്ടത്തിൽ ആർക്കെതിരിൽ വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിച്ചു പോകരുത്. തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നതാണ്. 23-28, അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറി കഴിഞ്ഞാൽ നീ പറയുക, അക്രമകാരികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിന് സ്തുതി. അപ്പം ദൈവമാണ്
അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ ദൈവ, അല്ലാണ്ട് യഹോവ. വാസ്തവത്തിൽ യഹോവ സ്വന്തം പുത്രനെ യേശുവെ പോലും രക്ഷിക്കാൻ കഴിയാത്ത യഹോവ വാസ്തവത്തിൽ ആരെ രക്ഷിക്കുക എന്നാണ് അവർ സങ്കല്പിക്കുന്നത്. ഇനി 23-29, എൻ്റെ രക്ഷിതാവ്, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കിത്തരണമേ. നീയാണല്ലോ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നും പറയുക. ഇനി 23-30, തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ചയായും നാം പരീക്ഷണം നടത്തുന്നവൻ തന്നെയാകുന്നു. ഇനി 23-31, പിന്നീട് അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിയെടുത്തു. 23-32, അപ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നാം അയച്ചു. നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുക, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ. ഇത്രയും കാര്യമാണ് 23-32. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 26 105 വചനമുണ്ട്. നൂഹിൻ്റെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. 106, അവരുടെ സഹോദരൻ നൂഹ് അവരോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ. 26-107, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകും. 26-108, അതിനാൽ നിങ്ങൾ അല്ലാഹുവെ നിങ്ങൾ ദൈവത്തെ, അതായത് ഇവിടെ പറഞ്ഞുള്ളത് അത്തിഊനി എന്നാണ്. അതായത് ലാഹ എന്ന് വെച്ചാൽ അള്ളാഹുനല്ല. വാസ്തവത്തിൽ അവിടെ ഈ അല്ല എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാണ്ട് മലയാളികൾക്ക്. അപ്പോൾ അതിനാൽ നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുന്നു. അതായത് അത്തിഊനി എന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ അനുസരിക്കുക. അത്തിഉല്ലാ വാത്തി റസൂൽ എന്ന് പറയുമ്പോൾ അത്തിഉല്ലാ വാത്തി റസൂൽ എന്ന് പറയും. എന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കുക, ദൈവദൂതനെയും എന്ന് പറയും പോലെയാണ് ഇവിടെ വഅത്തുഖുല്ലാഹ വഅത്തിഊനി എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക, അതിനാൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക, എന്നെ അനുസരിക്കുക. കാരണം ഞാൻ പറയുന്നത് ദൈവം എന്താണോ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് എൻ്റെ താല്പര്യമല്ല നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. 26-109, ഇതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം രോഗരക്ഷിതാവെങ്കിൽ നിന്ന് മാത്രമാകുന്നു. 26-110, അതിനാൽ നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. ഇതാണ് ഫത്തഖുല്ലാഹ വഅത്തിഊനി എന്ന് പറയുന്നു. 110. ഇനി 126-111, അവൻ പറഞ്ഞു, നിന്നെ പിന്തുടർന്നിട്ടുള്ളത് ഏറ്റവും താഴ്ന്ന ആളുകളായിരിക്കും, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയോ എന്ന് നിഷേധികൾ ചോദിക്കുകയാണ്. 26-111. ഇനി 26-112 പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി എനിക്ക് എന്തറിയാം. 26-113, അവരെ വിചാരണ നടത്തുക എന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ ബാധ്യത മാത്രമാകുന്നു, നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ. ഇനി 26-114, സത്യവിശ്വാസികളെ ഞാൻ ഒരിക്കലും ആട്ടിക്കളയുന്നതല്ല. ഇനി 26-115, ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. 26-116, അവർ പറഞ്ഞു, നോഹേ, നീ വിരമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നീ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പം ഈ ദൈവദൂതന്മാർ ദൈവത്തെപ്പറ്റി പറഞ്ഞാൽ ഒന്നും അവരിന് ഒരു പ്രതിഫലം ഒന്നും ആഗ്രഹിക്കുന്നില്ല, അവരുടെ രക്ഷക്കാണ് പറയുന്നത് എങ്കിൽ പോലും അവർ എന്ത് ചെയ്യുന്നു, എറിഞ്ഞു കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ് ആട്ടിയകറ്റാണ്, ദൈവദൂതന്മാരെ ആട്ടിയകറ്റാണ് ചെയ്യുക. അപ്പോൾ അതാണ് 26-116 സൂചിപ്പിക്കുന്നത്. 26-117, അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത എന്നെ നിഷേധിച്ച് തള്ളിയിരിക്കുന്നു. 26-118, അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീ ഒരു തുറന്ന തീരുമാനമെടുക്കുകയും എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് തേടാണ് ദൈവത്തോട്. അപ്പോൾ 26-119 പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ഭാരം നിറക്കപ്പെട്ട കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ 26-120,
പിന്നെ ബാക്കിയുള്ളവരെ അതിനുശേഷം നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. 26:121. തീർച്ചയായും അതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. 26:122. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. ഇനി ഇനി ഉള്ളത് 29 14 വചനാണ്. അതിൽ നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി. 50 കൊല്ലം ഒഴിച്ചാൽ 1000 വർഷം തന്നെ അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ അവർ അക്രമകാരികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി. വാസ്തവത്തിൽ ഒരു മനുഷ്യന് എന്താ പറയുക, 50 കൊല്ലം ഒഴിച്ചാൽ 1000 വർഷം എന്ന് വെച്ചാൽ 950 വർഷം ഒരു മനുഷ്യനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ നൂഹിൻ്റെ ആ സമൂഹത്തെ പറ്റിയാണ് പറയുന്നത്. മനസ്സിലായി? നൂഹിൻ്റെ സമൂഹത്തെ, മൊത്തം സമൂഹം, ആ സന്ദേശവുമായി വന്ന വർഷമാണ് ഈ 950 വർഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തിയുടെ അല്ലത്. ഇത് ഒരു വ്യക്തിയുടെ ആയി കണക്കൂട്ടണം. അത് അങ്ങനെയാണ് വാസ്തവത്തിൽ. ആ സങ്കല്പം വെച്ചുകൊണ്ടാണ് ഈ സഭ, സാത്താൻ സഭാപിതാവായ യഹോവയുടെ വക്താക്കൾ എന്ന ഈ അവരുടെ വാസ്തവത്തിൽ ഈ വക ഇത് അവരുടെ സങ്കല്പം വെച്ചുകൊണ്ട് അവരതൊരു വ്യക്തിയായി ചുരുക്കുകയാണ് ചെയ്തത്. ആ വ്യക്തിയും വാസ്തവത്തിൽ അത് ഏതാ ജാതി, അത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനല്ലല്ലോ വന്ന്, മറിച്ച് ജൂതായുസത്തിലേക്ക്. എന്നിട്ട് ജൂതായുസം വളരുന്നില്ലല്ലോ. ജൂതന്മാരല്ല. ഈവൻ യേശു ക്രിസ്തു അവരൊക്കെ എല്ലാം ജൂതന്മാരാണ്, അല്ലാണ്ട് യേശു ക്രിസ്ത്യാനിയല്ല. ഇവരാരും ക്രിസ്ത്യാനികളല്ല കേട്ടോ. അപ്പോൾ 29:14 കഴിഞ്ഞിട്ട് 29:15 എന്നിട്ട് നാം അദ്ദേഹത്തെയും കപ്പലുള്ളവരെയും രക്ഷപ്പെടുത്തുകയും അതിനെ ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു എന്ന് കാണാം. വാസ്തവത്തിൽ ആലമീൻ എന്ന് വെച്ചാൽ അറിവുള്ളവർക്ക് എന്നാണ്, അല്ലാണ്ട് ലോകർക്ക് എന്നല്ല. ഇതിൽ വജഅൽനാഹ ആയത്തും ലിൽ ആലമീൻ എന്ന് വെച്ചാൽ വജഅൽന എന്ന് വെച്ചാൽ നാം നിയോഗിച്ചു തന്നെ. ഞാൻ ഒരു ജഅൽന എന്ന് വെച്ചാൽ നാം നിയോഗിച്ചെന്നാണ്. നാം നിയോഗിച്ചു ആർക്ക്? അറിവുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. അവസരത്തിൽ അറിവുള്ളവർക്ക് എന്ത് പറയും? ആയത്ത് നമ്മുടെ വചനം അറിവുള്ളവർക്ക്. ആലമീൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരെന്നാണ് എൻ്റെ അർത്ഥം. അവർക്ക് ആയത്ത് എന്ന് പറയുമ്പോൾ വചനം. അവർക്ക് അറിവുള്ളവർക്ക് ഞാൻ വചനം, അത് ജഅൽന എന്ന് വെച്ചാൽ നാം നിയോഗിച്ചു, അവർക്ക് വേണ്ടി നിയോഗിച്ചു എന്നാണ് അതിൻ്റെ അതിലുള്ള ആശയം. ഇനി വരുന്നത് 37-75 വചനാണ്. അത് നോഹ് നമ്മെ വിളിക്കുകയുണ്ടായി, അപ്പോൾ ഉത്തരം നൽകിയവൻ എത്ര നല്ലവൻ. ഇനി 37-76 അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും നാം വമ്പിച്ച ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇനി 37-77 അദ്ദേഹത്തിൻ്റെ സന്തതികളെ നാം നിലനിൽക്കുന്നവരാക്കുകയും എന്ന് വെച്ചാൽ അത് ഇപ്പോഴും ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇനി 37-78 പിൽക്കാലത്ത് വന്നവരിൽ അദ്ദേഹത്തെ പറ്റിയുള്ള സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇനി 37-79 ലോകരിൽ നോഹിന് സമാധാനം എന്നല്ല, വാസ്തവത്തിൽ ലോകർ എന്നല്ല, ആലമീൻ എന്ന് പറയുമ്പോൾ ലോകർ ആലമീൻ അവർ, അതായത് എന്താ പറയുക, റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോകരക്ഷകൻ എന്നൊക്കെയാണ് വാസ്തവത്തിൽ അതിന് അർത്ഥം വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ആലമീൻ എന്ന് വെച്ചാൽ എന്താ പറയുക, സലാമും അല നൂഹിൽ ആലമീൻ എന്ന് വെച്ചാൽ അറിവുള്ളവരിൽ നോഹിന് സമാധാനം. അപ്പോൾ നോഹിനും അറിവുണ്ട്, അതേപോലെ അറിവുള്ള നോഹിന്, അറിവുള്ള ആൾക്കാർ നോഹ് അതിൽ ചേർന്ന ആ ലോകരിൽ എന്നല്ല, വാസ്തവത്തിൽ അറിവുള്ളവരിൽ നോഹിന് സമാധാനം എന്ന അർത്ഥം. അറിവുള്ളവരിൽ നോഹും അറിവുള്ളവനാണ് എന്ന അർത്ഥത്തിലാണ്.
അപ്പോൾ അറിവുള്ളവരിൽ നോഹിന് സമാധാനം എന്നത് 37:79. ഇനി 37:80 തീർച്ചയായും അപ്രകാരമാണ് സദ്വൃത്തന്മാർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇനി 37:81 തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നു. എന്നുവെച്ചാൽ ഇബാദിന എന്ന് വെച്ചാൽ നമുക്ക് ദാസൻ എന്ന് പറയുമ്പോൾ അന്നഹു മൻ ഇബാദിന അൽ മോമിനീൻ എന്ന് വെച്ചാൽ വിശ്വാസികളായ മോമിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമുക്ക് വിധേയപ്പെടുന്ന അതായത് ദാസൻ എന്ന അതന്നെ വിധേയപ്പെടുന്നവനാണല്ലോ ദാസൻ ആ അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഇബാദിന എന്ന് വെച്ചാൽ നമ്മളെ ആരാധിക്കുക എന്നല്ല അർത്ഥം. അതോട് ആരാധിക്കുക എന്ന് ചിലർ അങ്ങനെ കൊടുക്കും. ഇബാദിന നമ്മളെ ആരാധിക്കുന്ന വിശ്വാസികൾ എന്നല്ല. വാസ്തവത്തിൽ ഇബാദിന എന്ന് വെച്ചാൽ നമ്മുടെ ദാസൻ. മനസ്സിലായി? അപ്പോൾ തീർച്ചയായും അദ്ദേഹം നമ്മുടെ ദാസൻ, അതായത് നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നു എന്നാണ് 37:81. ഇനി 37:82 പിന്നീട് നാം മറ്റുള്ളവരെ മുക്കി നശിപ്പിച്ചു. 37:83 തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കക്ഷികളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം എന്നത് അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ടതാണ്. ഇബ്രാഹിം എന്നുവെച്ചാൽ മുസ്ലിങ്ങളിൽപ്പെട്ടതാണ് ഇവരൊക്കെ. നൂഹ്, ഇബ്രാഹിം ഒക്കെ മുസ്ലിമാണ്. നേരെ മറിച്ച് അബ്രഹാം, അതേപോലെ തന്നെ നോഹ, ഇതൊക്കെ ഏതാ ജാതി? അവർ ജൂതന്മാരാണ്. അവരൊന്നും മുസ്ലിങ്ങളല്ല. ഇതാണ് വാസ്തവത്തിൽ 37:83. എങ്കിൽ 54:9 ഇതിനെപ്പറ്റി വേറെ സൂചിപ്പിക്കുന്നത് അവർക്ക് മുമ്പ് നോഹിൻ്റെ ജനതയും നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദാസനെ അവർ നിഷേധിച്ച് തള്ളുകയും ഭ്രാന്തൻ എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. 54:10 അപ്പോൾ അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു തേടി, ഞാൻ പരാജിതനാകുന്നു, അതിനാൽ രക്ഷക്കായി നീ നടപടി സ്വീകരിക്കണമേ. 54:11 അപ്പോൾ കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് ആകാശത്തിൻ്റെ കവാടങ്ങൾ നാം തുറന്നു. 54:12 ഭൂമിയിൽ നാം ഉറവകൾ പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യത്തിനായി വെള്ളം സന്ധിച്ചു. 54:13 പലകകളും ആണികളുമുള്ള ഒരു കപ്പൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു. കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു. 54:14 നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു എന്നാണ്. അല്ലാണ്ട് സഞ്ചരിച്ചിരുന്നു എന്നല്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെപ്പറ്റിയായി പറയണത്. നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു. നിഷേധിച്ചു തള്ളപ്പെട്ടിരുന്നവനു ഉള്ള പ്രതിഫലമത്രേ അത്. അപ്പോൾ ഇതേപോലെ കപ്പലുകൾ, ദൈവത്തിൻ്റെ നോഹിൻ്റെ കപ്പൽ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലാണ്. അപ്പോൾ അതിൽ മുസ്ലിങ്ങൾ അതിലാണുള്ളത്. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് അത് നിഷേധികൾക്കത് വ്യക്തമാവാൻ അതിന് ബോധമുള്ളവർക്ക് അത് വ്യക്തമാവും. ഇനി 54:15 തീർച്ചയായും അതിനെ നാം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ എന്നത് സൂറത്ത് ഖമറിലുള്ള 15-ാമത്തെ വചനാണ്. വാസ്തവത്തിൽ ആലോചിക്കുക എന്നതിന് വാസ്തവത്തിൽ എന്താണ് ആലോചിക്കുക എന്നുള്ളതല്ല. തീർച്ചയായും അതിന് ഒരു ദൃഷ്ടാന്തമായി അവശേഷിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഉപദേശം നൽകുന്നവരായി ആരെങ്കിലും ഉണ്ടെന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ വാക്കർത്ഥം. കാരണം വെച്ചാൽ വലക്കത് തുസക്കഹ ആയത്ത് ഫഹൽ മിൻ മുദ്ദക്കിർന്ന ദിക്ർ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക എന്നല്ല, ഫിക്കർ എന്ന വാക്കിനാണ് ചിന്തിക്കുക എന്നുള്ളത്. അത് അടുത്ത 17-ാമത്തെ വചനത്തിൽ വ്യക്തമായി വീണ്ടും വരും. അതിൽ വിവരിക്കാം. അപ്പോൾ എൻ്റെ രക്ഷയും താക്കീതും എങ്ങനെയായിരുന്നു എന്ന് 54:16 വചനം. ഞാൻ അടുത്ത വചനം നോക്കട്ടെ. 54:17 അതിലിട്ട് വലക്കത്
യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് കാണാം. വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അതിന് അവർ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇത് ആവർത്തന വചനമാണ്. 17 18 ഇതേപോലെ തന്നെ സൂറത്തിൽ ഖമറിൽ 17 15 17 22 32 40 ഇത് ആവർത്തന വചന. ഇതിൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇതിൽ എഴുതിയുള്ളത്. വാസ്തവത്തിൽ തെറ്റാണെന്നുള്ളത്. ഈ ഖുർആൻ വാസ്തവത്തിൽ ആലോചിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഈ യുക്തിവാദികളൊക്കെ ഭയങ്കര ആലോചന ഉള്ള ആൾക്കാരല്ലേ. ആലോചിച്ച് ചിന്താശേഷിയിലാണ് ഭയങ്കര സ്വതന്ത്ര ചിന്തകര. അവർ ചിന്തിക്കുന്നവർക്ക് അതായത് തീർച്ചയായും ചിന്തിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് വാസ്തവത്തിൽ എഴുതി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഖുർആൻ ചിന്തിക്കുന്നവർക്ക് ലളിതമാണോ? ചിന്തിക്കുക എന്നൊരു വാക്കിൽ ചിന്തിക്കുക എന്നുള്ളത് ഫിക്കറിനാണ്. ഇവിടെ ദിക്കറിനാണ് കൊടുത്തുള്ളത്. ദിക്കർ അതായത് ഒരു ഇതുണ്ട്, പതക്കിർ ഇന്നമ അന്തമുതക്കിറിലെ സ്ഥലേ ഹിംബി മുസൈത്തർന്ന്. അവിടെ എന്താ അർത്ഥം കൊടുത്തിട്ടുണ്ടാകുക? ചിന്തിക്കുക എന്നല്ല, മറിച്ച് ഉത്ബോധനം. നീ ഒരു ഉപദേശം നൽകുക എന്നാണ് അതിനർത്ഥം. നീ ഉപദേശം നൽകുക. അപ്പോൾ പതക്കിർ ഇന്നമ അന്തമുതക്കിർ, നീ ഒരു ഉപദേശകനാകുന്നു. ലസ്ത അലൈഹിം ബി മുസൈത്തർ, നീ നിർബന്ധം ചെലുത്തരുതെന്നാണ് അവിടെ അർത്ഥം വെച്ചില്ല. പതക്കിർ ഇന്നമ അന്തമുതക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തർ, നീ ഒരു ഉത്ബോധനം നടത്തുക, നീ ഒരു ഉത്ബോധകനാകുന്നു, അല്ലെങ്കിൽ ഉപദേശം നൽകുക, ഉപദേശകനാകുന്നു, നിർബന്ധം ചെലുത്തരുതെന്ന്. അപ്പോൾ ദിക്ർ എന്ന വാക്കിന് ഉപദേശം എന്നാണ്, അല്ലെങ്കിൽ ഉത്ബോധനം എന്നാണ്. അപ്പോൾ ഇതിൽ ശരിക്കും അർത്ഥം വലക്കത് യസ്സർനൽ ഖുറ. യസ്സർ എന്ന് പറഞ്ഞാൽ ലളിതം എന്നാണ്. മനസ്സിലായി? അപ്പോൾ ലളിതമാക്കിയിരിക്കുന്നു. അത് തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കി ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വലക്കത് യസ്സർനൽ ഖുർആന, വായിക്കപ്പെടേണ്ടത് ലളിതമാക്കിയിരിക്കുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായിക്കപ്പെടേണ്ടത് വളരെ ലളിതമാക്കിയിരിക്കുന്നു. വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ഉപദേശം നൽകുന്നവർക്ക് വായിക്കപ്പെടേണ്ടത് വളരെ ലളിതമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ ഉപദേശം നൽകുന്നവരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇതാണ് അതിൻ്റെ വാക്കർത്ഥം. അപ്പോൾ ഈ വാക്കർത്ഥം തന്നെ തെറ്റി എഴുതിയാൽ പിന്നെ അതിലുള്ള ആശയം എങ്ങനെയാണ് വ്യക്തമാവുക? അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് 66-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനം. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി നൂഹിൻ്റെ ഭാര്യയെയും ലൂത്തിൻ്റെ ഭാര്യയെയും ദൈവം ഇത് എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സദ്വൃത്തരായ 2 ദാസന്മാരുടെ കീഴിലായിരുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കി കൊടുത്തില്ല. നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്തു. ഇനി 66:11 കൊടുക്കുന്നത്, സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായി ദൈവം ഫിറോന്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞ സന്ദർഭം, എൻ്റെ രക്ഷിതാവ്, എനിക്ക് നീ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരികയും ഫിറോനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ, അക്രമകാരികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. അപ്പോൾ ഫിറോൻ്റെ ഭാര്യ സദ്വൃത്തരിൽ പെടുകയും നൂഹ് ആൻഡ് ലൂത്ത് നബി, ഇവർ മുസ്ലിങ്ങളാണ്. നൂഹിൻ്റെ ലൂത്തും മുസ്ലിമാണ്, നൂഹും മുസ്ലിമാണ്. അപ്പം ഇവരുടെ ഭാര്യമാർ വാസ്തവത്തിൽ എന്തായി പിഴച്ചു പോവുകയും നേരെ മറിച്ച് ഫിറോൻ പിഴച്ച കക്ഷിയാണ്. ആ ഫിറോൻ്റെ ഭാര്യ നേർമാർഗത്തിലും ആവുക എന്നുള്ളതാണ്. അങ്ങനെയാണ്. അതായത് ഇപ്പോൾ മക്കൾ, അതായത് നമ്മൾ നന്നായി എന്ന് വിചാരിച്ചിട്ട് മക്കൾ നേരെ വഴിക്കാകണമെന്നില്ല. മനസ്സിലായി? അതേപോലെ നമ്മൾ നശിച്ചു എങ്കിൽ നമ്മളുടെ മക്കൾ നശിക്കണം നിർബന്ധമൊന്നുമില്ല, മക്കളും നേർവഴിക്കാവാം. ഇതൊക്കെയാണ് ഈ സന്ദേശത്തിൽ നിന്ന് ദൈവം നൽകുന്ന വിവരണം. ഇനി നൂഹ് എന്ന ഒരു
ആയത്തുണ്ട്, ഒരു സൂറത്തുണ്ട്, നൂഹ് എന്ന ഒരു സൂറത്ത്. അത് 71-ാമത്തെ സൂറത്താണ്. നൂഹിൻ്റെ പേരിൽ തന്നെ അതിലുള്ള വചനം കൂടി വായിക്കാം. അത് മൊത്തമുള്ളത് 28 വചനമാണ്. ആ 28 വചനം സൂറത്ത് എന്താ പറയുക, സൂറത്ത് നൂഹ് 71-ാമത്തെ അധ്യായമാണത്. അതിൽ തീർച്ചയായും നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയച്ചു. നിന്റെ ജനതയ്ക്ക് വേദനയേറിയ ശിക്ഷ വരുന്നതിൻ്റെ മുമ്പ് അവർക്ക് താക്കീത് നൽകുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാകുന്നു. വ്യക്തമായ താക്കീതുകാരനാകുന്നു. നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുക, അവനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവാൻ. എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു തരികയും നിർണയിക്കപ്പെട്ട ഒരു അവധി വരെ നിങ്ങളെ നീട്ടിയിടുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ അവധി വന്നാൽ അത് നീട്ടിക്കൊടുക്കപ്പെടുകയില്ല, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനതയെ രാവും പകലും ഞാൻ വിളിച്ചു. എന്നിട്ട് എൻ്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. തീർച്ചയായും നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെയും അവർ അവരുടെ വിരലുകൾ കാതുകളിൽ വെക്കുകയും അവരുടെ വസ്ത്രങ്ങൾ മൂടി പുതക്കുകയും അവൻ ശഠിച്ചു നിൽക്കുകയും കടുത്ത അഹങ്കാരം നടിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് അവരെ ഞാൻ ഉറക്കെ വിളിച്ചു. പിന്നീട് ഞാൻ അവരോട് പരസ്യമായും വളരെ രഹസ്യമായും പ്രബോധനം നടത്തി. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധിയായി അയച്ചു തരും. സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ഇവിടെ ഉപയോഗിച്ച പദം ജന്നത്ത് എന്നാണ്. ലക്കും ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നും അർത്ഥമുണ്ട്. അല്ലാണ്ട് സ്വർഗം, തോട്ടം ഒരു സ്വർഗമാണ്, ആ നിലക്കാണ്. അപ്പോൾ ജന്നത്ത് എന്ന് പറയുമ്പോൾ ഇവർ സ്വർഗം എന്ന് മാത്രമല്ല, അതിന് തോട്ടം എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അത് തോട്ടം പോലും ഒരു സ്വർഗം തന്നെയാണ്. അപ്പോൾ സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. നിങ്ങൾക്കെന്തു പറ്റി? ദൈവത്തിന് ഒരു ഗാംഭീര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളെ അവൻ പല ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ദൈവം അടുക്കുകളായിട്ട് 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്? ചന്ദ്രനെ അവിടെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കാക്കിയിരിക്കുന്നു. വിളക്ക് സൂര്യൻ സിറാജാണ്, ഷംസ് അതായത് ഷംസ് സിറാജാണ്, കമർ എന്നത് നൂറാണ്. എന്ന് വെച്ചാൽ അത് വെളിച്ചമാണ്. വെളിച്ചം നൽകുകയല്ല, സൂര്യൻ എൻ്റെ വെളിച്ചം ചന്ദ്രനിൽ പതിക്കുമ്പോൾ വരുന്ന, അതുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശവും സൂര്യൻ വിളക്കും എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചന്ദ്രനെ അവിടെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കുമാക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിച്ചിരിക്കുന്നു. പിന്നെ അതിൽ തന്നെ നിങ്ങളെ അവൻ മടക്കുകയും നിങ്ങളെ ഒരിക്കൽ അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അതായത് ഈ മുളക്കുക എന്ന് പറയുന്നത് ശരീരഘടനയിൽ, ശരീരം മാത്രം പോരല്ലോ, മനസ്സും വേണ്ടേ. അപ്പം മനുഷ്യനെ മുളപ്പിക്കുന്നത് ശരീരഘടനയിലാണ്. പക്ഷേ മനസ്സ് മുളച്ചു വരുന്നതല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. മനസ്സും ശരീരവും ചേരുമ്പോഴാണ് മനുഷ്യനാവുക. ഇതല്ലെങ്കിൽ അവനെ ശവം എന്നാ പറയുക. അതേപോലെ തന്നെ ദൈവം നൽകിയ മനസ്സ് അത് പൈശാചിക ചിന്തയ്ക്ക് കീഴ്പ്പെട്ട് നടക്കുന്ന താന്തോന്നികളെ ശവങ്ങൾ എന്നാണ് പറയുക. കാരണം അവർക്ക് മനസ്സില്ല. ഇത് മനസ്സില്ല. അങ്ങനെ വരുമ്പോൾ അവർ ശവങ്ങളാണ്. ആ ശവങ്ങളെ നേർവഴിക്ക് നയിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ശരീരഘടനയിലാണ്.
അത് ഒരു എന്താ പറയുക പരിണാമം എന്ന ഇത് വാസ്തവത്തിൽ ശാസ്ത്രീയ വശമാണ് പറയുന്നത്. അശാസ്ത്രീയമല്ല. ശരീരം മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന മനസ്സ് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്തതാണ്. അപ്പം മനസ്സ് ഇല്ല എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മനസ്സില്ലേ? ഉണ്ട്. ഇതും മനസ്സിലാക്കാൻ മനസ്സില്ലെങ്കിൽ അവൻ ശവമാണ്. ആ അർത്ഥത്തിലാണ് ദൈവം നിങ്ങളെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചിരിക്കുന്നു. പിന്നെ അതിൽ തന്നെ നിങ്ങളെ അവൻ മടക്കുകയും നിങ്ങളെ ഒരിക്കൽ അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അതായത് മടക്കുന്നത് ശരീരമാണ്. അതായത് മണ്ണിൽ തന്നെ അത് തിരിച്ച്, അതായത് മണ്ണ് കുഴച്ചിട്ട് ശരീരം ഉണ്ടാക്കുന്നു. ആ ശരീരം മണ്ണിൽ തന്നെ തിരിച്ചു പോകുന്നു. മനസ്സിലായി? ഇതാണ് അത് ശരീരഘടനയിലാണ്. അപ്പം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ വിസ്താരമുള്ള പാതകളിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ വേണ്ടി. നൂഹ് പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും ഇവർ എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഒരു വിഭാഗത്തെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്വത്തും സന്താനവും മൂലം നഷ്ടം കൂടുക മാത്രമാണ് ഉണ്ടായത്. അതായത് നേരായ മാർഗത്തിലെത്താനുള്ള തടസ്സം തന്നെ അവരുടെ സ്വത്തും സന്താനങ്ങളും സൗഭാഗ്യങ്ങൾ അത് അവർ കയ്യേറി ഉണ്ടാക്കുകയാണ്. അപ്പം അത് ദൈവ നിന്ദക്കാണ് ചിലവൊക്കെ. കാരണം ദൈവാനുഗ്രഹം കൊണ്ടല്ല അത് അവരെ കഴിവ് കൊണ്ട് നേടിയെടുത്തു എന്നാണ് അവർക്ക് നിഷേധികൾക്ക് തോന്നുക. അപ്പോൾ അവൻ വലിയ കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. അതായത് അവർ മെനഞ്ഞുണ്ടാക്കിയ ദൈവസങ്കല്പമുണ്ട്. അതാണ് വക്കാലു ല തദുറോന ആലിഹത്തക്കും. ആലിഹത്ത് എന്നാണ് അതിന് പറയാം. ഇലാഹല്ല, ആലിഹത്ത്. ഇലാഹ് എന്ന് പറയുമ്പോൾ ദൈവം, ആലിഹത്ത് എന്ന് പറയുമ്പോൾ അവർ സങ്കല്പിച്ചുണ്ടാക്കുന്ന ദൈവസങ്കല്പം, അതിനാണ് ആലിഹത്ത് എന്ന് പറയാം. ഇലാഹ് എന്ന് പറയുമ്പോൾ ദൈവം. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. അവർ പറയണം, അതായത് വദ്, സുവാ, യക്കൂദ്, യഓക്ക്, നസർ എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അപ്പോൾ ഈ പല പേരിൽ എന്തൊക്കെ പേരുകളാണ് അവരുണ്ടാക്കിയത്? അവർ നിർമ്മിച്ച ദൈവങ്ങളാണ് വദ്, സുവാ, യക്കൂദ്, യഓക്ക്, നസർ. ഇങ്ങനെ ഒരു 5 ദൈവസങ്കല്പം അവരുടെ ആലിഹത്താക്കി വെച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അപ്പം ദൈവം നിന്ദയ്ക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയ ആ ഇതുണ്ടല്ലേ, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. അങ്ങനെ അവർ വളരെയധികം ആളുകളെ വഴിപിഴപ്പിച്ചു. ആ അക്രമകാരികൾക്ക് വഴിപിഴവല്ലാതെ മറ്റൊന്നും നീ വർദ്ധിപ്പിക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവർ ഒരു യാഹ്വേ ഉണ്ടാക്കി, സങ്കല്പിച്ചുണ്ടാക്കി. അതിനെ എവിടെയോട്ട് കാണാനില്ല. അത് സാത്താൻ, സഭയുടെ പിതാവായ യഹോവ, അത് ഒരു സാത്താനാണ്. ആ സാത്താനെ ദൈവമായി സങ്കല്പിക്കുന്ന പോലെ തന്നെ. ഇനി അവരുടെ പാപങ്ങൾ നിമിത്തം അവർ മുക്കി നശിക്കപ്പെട്ടു. എന്നിട്ടവർ നരകാഗ്നിയിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ തങ്ങൾക്ക് ദൈവത്തിന് പുറമെ സഹായികളാരെയും അവർ കണ്ടെത്തിയില്ല. നൂഹ് പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒരു പൗരനെ നീ വിട്ടേക്കരുത്. തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ നിന്റെ ദാസന്മാരെ അവർ പിഴപ്പിച്ചു കളയും. ദുർവൃത്തനും സത്യനിഷേധികളുമല്ലാതെ അവർ ജന്മം നൽകുകയില്ല. എൻ്റെ രക്ഷിതാവ്, എൻ്റെ മാതാപിതാക്കളും എൻ്റെ വീട്ടിൽ വിശ്വാസിയായി കൊണ്ട് പ്രവേശിച്ചവനും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരണമേ. അക്രമകാരികൾക്ക് നീ നാശമല്ലാതെ നീ വർദ്ധിപ്പിക്കരുത്. ഇങ്ങനെ നൂഹ് എന്ന 71-ാമത്തെ അധ്യായത്തിലെ 28 വചനങ്ങളാണ് ഈ വായിച്ചത്. ഇതാണ് നൂഹിനെ പറ്റിയുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ഇതിനെ വാസ്തവത്തിൽ ഈ വൃത്തികെട്ട വർഗങ്ങൾ എന്ത് ചെയ്തു? കുറേ എന്താ പറയുക, ഉൽപ്പത്തി എന്ന് പറഞ്ഞിട്ട് 5 മുതൽ 5-ാമത്തെ അധ്യായം മുതൽ
ഏകദേശം 9-ാമത്തെ അധ്യായം വരെ. ആ കുറേ വൃത്തികേടുകൾ അത് കോപ്പി ചെയ്തിട്ടാണ് ഈ മുസാഫ് ഉണ്ടാക്കിയത് എന്ന് ആര് വിശ്വസിക്കുന്നു? യുക്തിവാദികളും നിരീശ്വരവാദികളും നാസികരും സംഘപരിവാറും ഇതേപോലുള്ള എന്താ പറയുക, ദൈവത്തെപ്പറ്റി ബോധമില്ലാത്ത വർഗങ്ങൾ അത് വിശ്വസിക്കുന്നു, വൃത്തികേടുകൾ വിശ്വസിക്കുന്നു. നേരെ മറിച്ച് വേദം വിശ്വസിക്കാൻ അവരെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.